ഗൈസ്, നമുക്കിന്ന് കൊഞ്ച് റോസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി 2 വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-12 കൊച്ചുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊഞ്ച് ഇവിടെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കിട്ടുമ്പോൾ നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചേക്കുന്ന സവാളയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ചതച്ചതാണ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൊഞ്ചൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തോനെ തന്നെ വെളുത്തുള്ളി ഒക്കെ ഇടണം. അപ്പോഴേ നമുക്ക് ഗ്യാസൊക്കെ പ്രശ്നമുള്ളവർക്ക് പ്രോബ്ലം വരാതിരിക്കത്തുള്ളൂ. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യും. ഉള്ളിയൊക്കെ വാടി തുടങ്ങുമ്പോൾ നമുക്ക് കൊഞ്ചങ്ങ് ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം. ഇന്ന് വെള്ളമൊക്കെ ഊറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ട് കൊഞ്ചൊക്കെ ഒന്ന് വേവട്ടെ. ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് കഴിക്കാം. ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ചെറിയ സ്പൂണായതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഒരല്പം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. ഇപ്പോൾ കുരുമുളക് പൊടി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടിയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കൊഞ്ച് റോസ്റ്റൊക്കെ വെക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. റോസ്റ്റ് കൂടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ കൊഞ്ചായിട്ട് പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കൊരു കൊഞ്ച് റോസ്റ്റ് എളുപ്പത്തിലുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില മല്ലിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത്തിരി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അതെ, ഫോൺ ചാർജ് തീർന്നു ഗൈസ്. അങ്ങനെ ഫ്ലാഷ് ഓഫ് ആയി.